ഈശോയിലേക്കുള്ള അൽഫോൻസാമ്മയുടെ 25-ാം ചുവടിതാണ് സ്വാർത്ഥ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. ചെറുപ്പം മുതൽ തന്നെയുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നതായിരുന്നു. വീട്ടുകാർ അവൾക്കായി ഒരു വിവാഹം ക്രമീകരിക്കാൻ ആഗ്രഹിച്ചപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അറിയാമായിരുന്നിട്ടും അവർ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ ഉന്നതമായ വിളിക്കനുകൂലമായി അവൾ തന്റെ വ്യക്തിപരമായ സ്വപ്നങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ചു. സങ്കടത്തോടെയല്ല, മറിച്ച് ഈശോയെ പ്രസാദിപ്പിക്കാനുള്ള തീവ്രമായ സ്നേഹവും ആഗ്രഹവും കൊണ്ടാണ് അവളുടെ ജീവിതം സ്വയം നിഗ്രഹണത്തിലൂടെ ദൈവത്തിനായി അർപ്പിച്ചത്. സ്വന്തം ആഗ്രഹങ്ങളല്ല, ദൈവത്തിന്റെ ആഗ്രഹങ്ങളാൽ അവളുടെ ഹൃദയം നിറയാൻ കഴിയേണ്ടതിന് അൽഫോൻസാമ്മ സ്വാർത്ഥത, പ്രശസ്തി, ലൗകിക ആശ്വാസം എന്നിവ ഉപേക്ഷിച്ചു. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവഹിതത്തിന് മുന്നിൽ കീഴടങ്ങളിലാണ് കണ്ടെത്തുന്നതെന്ന് അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. സ്വാർത്ഥ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പദ്ധതി വികസിക്കുന്നതിന് നാം ഇടം നൽകുന്നു. നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക എന്ന് പലപ്പോഴും പറയുന്ന ഒരു ലോകത്ത് എന്ത് വില നൽകേണ്ടി വന്നാലും ഈശോയുടെ ഹൃദയത്തെ പിന്തുടരാൻ അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയെ വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ നമ്മുടെ ഇഷ്ടത്തെക്കാൾ ദൈവഹിതം തിരഞ്ഞെടുക്കാനും അല്ലെങ്കിൽ ദൈവഹിതം നമ്മുടെ ഇഷ്ടമാക്കി മാറ്റാനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്നതാണ് പ്രാർത്ഥന.